അച്ഛാ 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 എണീക്കുന്നു. എന്തോർക്കും അച്ഛമ്മ എപ്പോ വന്ന്? അച്ഛമ്മ എപ്പോ വന്ന്? അച്ഛമ്മ എപ്പോ വന്നെന്ന്? അച്ഛാ ഞാൻ അച്ഛമ്മല്ല, ഞാൻ ആമി. ഏത് മാമി? ആമി ആമി. ആമിയാ? ചുമ്മാ ആയിരിക്കണോ അച്ഛമ്മ രാവിലെ വന്നിട്ട് തമാശ പറയാതെ. ഞാൻ ഇന്നലെ ശങ്കുണ്ണി വല്യച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശങ്കുണ്ണി വല്യച്ഛനെ വിളിച്ചപ്പോൾ ശങ്കുണ്ണി വല്യച്ഛൻ പറഞ്ഞ് അച്ഛമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കാണ് അച്ഛമ്മ എങ്ങനെ വന്നത്? അല്ല അച്ഛമ്മ അല്ല അച്ഛ, ഇത് ഞാനാ അച്ഛന്റെ മോള്, ഇളയ മോള് ആമി ആമി. ചുമ്മാ ഇരിക്കണ അച്ഛമ്മ. ഏത് മാമിയുടെ കാര്യം പറയണ അച്ഛമ്മ? അച്ഛനെ ബോട്ട്സ് അന്വേഷിച്ച് വന്നാണ്. ബോട്ട്സ്? 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 ആ അതിന്റെ ബോട്ട്സ്? പഠിക്കാനുള്ള ബോട്ട്സ്. പഠിക്കാനുള്ള ബോട്ട്സാ? ബോട്ട്സ് ബോട്ട്സ്. ബോക്സാ? ബോക്സ് അച്ഛമ്മ അപ്പഴത്തെ ശങ്കുണ്ണി വല്യച്ഛന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നാ? കൊണ്ടുവന്നില്ലേ? മറന്നുപോയാ? അപ്പച്ചി ഞാൻ വിളിച്ച് പറയാം. അപ്പച്ചി. ഏതപ്പച്ചി? അപ്പച്ചി എല്ലാം തിരിച്ചു പറഞ്ഞോണ്ടിരിക്കണ്. അച്ഛമ്മ പറയണേ, അച്ഛമ്മ വന്നിട്ട് ഏതോ മാമിയുടെ. അച്ഛമ്മ എങ്ങനെ വന്നത്? അച്ഛമ്മ എപ്പോ വന്നെന്ന്? അച്ഛമ്മ. ഓ ചേട്ടൻ ഇതുവരെ ശരി. നീ അറിഞ്ഞില്ലായിരുന്ന? ഇല്ല, ഞാൻ ഇപ്പഴല്ലേ കണ്ട. അച്ഛമ്മ സുഖാണോ? ഇത് ആര് കൊണ്ടാക്കിയത് അച്ഛമ്മ? അച്ഛമ്മ തന്നെ നടന്നു വന്നെന്ന്. അയ്യോ, ആ വഴി കൂടെ നടന്നു വന്നാ? എടി രാജീച്ച വൈദ്യരെ ഒരെണ്ണ കൊടുത്തായിരുന്നു ഓർമ്മ തിരിച്ചു വരാൻ. അത് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ലെന്നാ തോന്നുന്നു. അയ്യോ, ക്ലിനിക്കിൽ പോണ്ടായിരിക്കേ. ചേട്ടാ ഇന്ന് സൺഡേ ഹോളിഡേ. ഇന്ന് നീ പോടി അവിടെ. സത്യം. അവിടെ ക്ലിനിക്കിലേ കുറെ ആടും പശുക്കളൊക്കെ ഉണ്ട്. തീറ്റ കൊടുക്കണം. അതിനവിടെ മറ്റേ ഓമനക്കുട്ടനുണ്ടല്ലോ. ഓമനക്കുട്ടന? ശശികുട്ടൻ. ആ ശശികുട്ടൻ, അത് ഓർമ്മയുണ്ട് എന്തായാലും. ആ ശശി മാമി. മാമി ഞാൻ ഒന്ന് പോയിട്ടാ. തിരക്കപ്പത്തല്ലോ. അല്ല ശശികുട്ടൻ നോക്കിക്കോളൂ. അച്ഛമ്മ ശങ്കുണ്ണി വല്യച്ഛന് സുഖം തന്നെ? സുഖം തന്നെ? അയ്യോ ചേട്ടാ പോലെ. അപ്പച്ചി എന്നെ കണ്ട മുത്തശ്ശി എന്നൊക്കെ തോന്നുവോ? ആ സുമയുടെ അടി കാരണം ചേട്ടന്റെ ഓർമ്മ പോയത്. അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ പറയാവോ? സുന്ദരി. നീ സുന്ദരി തന്നെ. നീ ഇപ്പൊ എന്തിനാ വന്നത്? ബോട്ട്സ് വരക്കാൻ. ബോട്ട്സ് എവിടെ? ബോട്ട്സ് ബോട്ട്സ് എന്റെ ബോട്ട്സ് വരയ്ക്ക് വന്നതാ. ബോട്ട്സോ? ബോട്ട്സ് ബോട്ട്സ് ബോക്സ്. അതെ, നീ ഒരു കാര്യം ചെയ്യ്. ചേട്ടന്റെ രാജിച്ചമ്പൈത്തരുടെ എണ്ണ ഇവിടെ എവിടെയോ ഉണ്ട്. അത് നീയും കൂടെ എടുത്ത് തലേതേക്ക് ഓർമ്മ വരട്ടെ അങ്ങോട്ട്. ചേട്ടാ ബോട്ട്സ് തിരക്ക്. നീ പോയി തപ്പ്, അവിടെ കാണും തപ്പ്. ഞാൻ എടാ സൽമാനെ, എടാ ഇതിവിടെ വെച്ചാൽ പൈസ കിട്ടുന്ന ഉറപ്പല്ലേ? അല്ല ആ ഒരു ഉറപ്പ് കൊണ്ടാ ഞാൻ ഇതിവിടെ വെക്കുന്നേ. കിട്ടിയാ മതി. അഥവാ കിട്ടില്ല എന്റെ സ്വഭാവം മാറും. ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് വരും. എന്തിനാ അടിച്ചേ? ഉത്തമൻ ആമയെ തിരിച്ചറിയുന്നില്ലെന്നാ. ഞാൻ തിരിച്ചു വിളിക്കാം, ഒരു സെക്കൻഡ്. എന്തോ ഉത്തമൻ ആമയെ തിരിച്ചറിയുന്നില്ലെന്നാ? ചില സമയത്ത് ആമയുടെ സ്വഭാവം കാണുമ്പോഴേ എനിക്ക് തിരിച്ചറിയാൻ പറ്റൂല അവളെ. വീണ്ടും അടിച്ചെന്തിനമ്മ? എടാ നിന്റെ അടി കിട്ടിയ പിന്നെയാ അവനെല്ലാം മറന്നു പോകാൻ തുടങ്ങിയത്. അമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ എല്ലാവർക്കും രാജിച്ചിന് വൈദ്യുതി വിശ്വാസം. അച്ഛനെ കുറച്ച് മരുന്ന് മേടിച്ചോണ്ട് വെച്ചിരിക്കും വീടിനകത്ത്. എടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ ചെയ്യണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അങ്ങനെ തലയുടെ സർജറി ഒക്കെ ചെയ്യാൻ പറ്റുമോ? ആശ ഇപ്പൊ ഇങ്ങ് വരും, നീ സൂക്ഷിച്ചിരുന്നു. അമ്മ അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ചേട്ടന്റെ ഓർമ്മ പോകുന്നത്. അതാടാ എന്റെ പേടി. പണ്ട് നീ ഓർക്കുന്നില്ലേ, അവൻ വെള്ളത്തിൽ തന്നെ വീണപ്പം അവന്റെ ലാംഗ്വേജ് തന്നെ മാറിപ്പോയതല്ലേ? അന്നേ രാജീച്ച വൈദ്യര് പറഞ്ഞ ഇനി അവന്റെ തലയ്ക്ക് ഒരു കുഴപ്പവും പറ്റരുതെന്ന്. അമ്മ ടെൻഷൻ അടിക്കാറ് എന്തേലും ഒരു വഴി ഞാൻ കണ്ടെത്താം. നീ എന്തോന്ന് വഴിയാ കണ്ടെത്താൻ പോകുന്നേ? ഒന്ന് സമാധാനപ്പെടാമോ? ഞാൻ എന്തേലും ഒരു വഴി കണ്ടെത്താന്ന് പറഞ്ഞില്ലേ? ഞാൻ എങ്ങനെ സമാധാനിക്കും? സുമേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഉത്തമൻ ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയില്ലേ, നിന്നെ ഞാൻ വെച്ചേക്കല്ല. അമ്മ കഷ്ടം നോക്കൂ ദൈവമേ.